നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ഒരു ലക്ഷ്യം, ഒരു എയിം എന്ന് പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ പോലെ ആകുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. തന്നെ താൻ താഴ്ത്തി, താഴ്മയെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചത് അല്ലെ. താഴ്ത്തി മരണത്തോളം, ക്രൂശിനെ മരണത്തോളം തന്നെ അനുസരണമുള്ളവനായിട്ട്. ദൈവത്തിന് സ്തോത്രം. അനുസരണത്തെ കുറിച്ചാണ് ഇന്ന് നമ്മള് ദൈവത്തിന് സ്തോത്രം. ഈ 2 മിനിറ്റ് കൊണ്ട് പറയാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല, ആണോ? അല്ല. ദൈവത്തിന് സ്തോത്രം. എന്നാൽ നമ്മൾ വരുന്ന ആഴ്ചകളിൽ നമ്മൾ ഇതിന്റെ ബാക്കി ഭാഗം ചിന്തിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസ്ഥാനത്തിലായിരിക്കണം. ഇന്ന് കർത്താവിന്റെ സന്നദ്ധിയിൽ ഈ വചനത്തിന്റെ മുമ്പാകെ നമുക്ക് നിൽക്കുമ്പോൾ പിതാവിന്റെ ഇഷ്ടം ചെയ്യുവാനായിട്ട് മരണത്തോളം അനുസരണമുള്ളവനായി നിന്ന ആ കർത്താവിനെ നമുക്ക് കാണാൻ പറ്റും. കാണാൻ കഴിയുന്നുണ്ടോ? പിതാവിന്റെ ഇഷ്ടം നിറവേറ്റാൻ മരണത്തോളം അനുസരണമുള്ളവനായി നിന്ന ഒരു കർത്താവ്. ദൈവത്തിന്റെ സ്വന്തം. പിതാവിന്റെ ഇഷ്ടമാണോ? സ്വർഗീയ പിതാവിനല്ല, വീട്ടിലുള്ള പിതാവിനെ. പിതാവിന് ഇഷ്ടമുണ്ടോ? ഉണ്ടോ? അപ്പനെ ഇഷ്ടമുണ്ടോ? എല്ലാവർക്കും ഇഷ്ടമാണോ? ദൈവത്തിന് സ്വന്തം. ആണോ? നമ്മുടെ സ്നേഹം എങ്ങനെ പ്രകടിപ്പിക്കുന്നേ? ദൈവത്തിന്റെ സ്വന്തം. അനുസരിച്ചാണോ? അനുസരണക്കേട് കാണിച്ചാണോ? പിതാവിന് ഇഷ്ടമുണ്ടെങ്കിൽ എങ്ങനെ അറിയാം? അനുസരിക്കുന്നതിനാൽ അറിയാം. അനുസരിക്കുന്നില്ലെങ്കിലോ അപ്പൊ കുഴയുന്നു. അപ്പൊ നമ്മളെല്ലാം കുഴലും. ദൈവത്തിന്റെ സ്വന്തം. ഒരു വാക്യം വായിക്കാൻ, സങ്കീർത്തനങ്ങൾ 40. നമ്മൾ വായിച്ച സങ്കീർത്തനമാണ്. അതിന് 7-8 വാക്കുകൾ. ഇതാ ഞാൻ വരുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചന വാക്കുകളാണ്. ഇതാ ഞാൻ വരുന്നു, പുസ്തക ചുരുളിൽ എന്നെ കുറിച്ച് എഴുതിയിരിക്കുന്നു. എന്റെ ദൈവമേ, നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. മതി. നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ പ്രിയപ്പെടുന്നു. പ്രിയമുണ്ടോ? ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാൻ ഒരു പ്രിയമുണ്ടോ? ഒരാഗ്രഹമുണ്ടോ? ഒരു താല്പര്യമുണ്ടോ? ദൈവത്തിന് സ്വന്തം. എല്ലാരും കൂടെ നോക്കി. ദൈവത്തിന്റെ ഇഷ്ടമാണോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തിന്റെ സ്വന്തം. ഇത് ദൈവത്തിന്റെ ഇഷ്ടമാണോ? നീ പറഞ്ഞത്, നീ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ ഒരു വശത്തും ഞാൻ മറുവശത്തും നിൽക്കുമല്ല. ഞാൻ നിങ്ങളെ ഒപ്പം തന്നെ നിന്നുകൊണ്ട് എന്നോട് തന്നെയാ സംസാരിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ പ്രിയപ്പെടുന്നു. കർത്താവിൽ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു ഏറ്റവും ശ്രേഷ്ഠമായ ഒരു മനോഭാവമാണ് പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ താൻ പ്രിയപ്പെടുകയും. ദൈവത്തിന്റെ സ്തോത്രം. അതിന്റെ പല ട്രാൻസ്ലേഷനുകളിൽ നോക്കുമ്പോ ദൈവത്തിന്റെ നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒന്ന് പറഞ്ഞേ, പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരാഗ്രഹമുണ്ടോ? ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ലല്ലോ. ഉണ്ടോ? ദൈവത്തിന് സ്തോത്രം. ഒരാഗ്രഹമുണ്ടോ? സാധിക്കുമോ ഇല്ല എന്നുള്ളത് പിന്നത്തെ കാര്യം. ഒരാഗ്രഹമുണ്ടോ? പിതാവിന്റെ ഇഷ്ടം എനിക്ക് ഈ 2025 ഞാൻ ഒത്തിരി കാര്യങ്ങൾ ചെയ്തു. പക്ഷെ നമ്മൾ ഒന്നുകൂടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പിതാവിന്റെ ഇഷ്ടം ചെയ്തോ എന്നാ. ദൈവത്തിന്റെ സ്വന്തം. നമ്മൾ ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മൾ ബിസിയാണ്. അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു, ഓടുന്നു, ചാടുന്നു, അതെല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ പിതാവിന്റെ ഇഷ്ടം നമ്മൾ ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ ഒന്ന് പരിശോധിക്കണം, ചിന്തിക്കണം. ദൈവത്തിന്റെ സ്തോത്രം. നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മറ്റൊരു ട്രാൻസ്ലേഷനില് നിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു എന്നാണ്. നിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ, ദൈവ പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. എനിക്ക് സന്തോഷമുള്ള കാര്യം എന്താ? അപ്പന്റെ ഇഷ്ടം ചെയ്യുക. ആണോ? ദൈവത്തിന് സ്തോത്രം. നമുക്ക് സന്തോഷമുണ്ടോ? പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ നമുക്ക് സന്തോഷിക്കാൻ പറ്റുമോ? പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിനാണ് സന്തോഷം. ഒരു ദൈവ പൈതൽ
ഒരു ക്രിസ്തീയ വിശ്വാസി, യേശുവിന്റെ ശിഷ്യൻ, ആമേൻ, എപ്പോഴും പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നതിൽ സന്തോഷം കണ്ടെത്തുന്നവനായിരിക്കണം. നമുക്ക് സന്തോഷം തരുന്ന പല കാര്യങ്ങളുണ്ട്. ആമേൻ. അതെല്ലാം ഒന്ന് 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 വിലയിരുത്തണം, അതിനെ ഒന്ന് സ്കാൻ ചെയ്യണം, അതിനെ ഒന്ന് റീതിങ്ക് ചെയ്തിട്ട് അതിൽ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്ന എന്തെങ്കിലും പ്രവൃത്തി ഉണ്ടോ എന്ന് നോക്കണം. അല്ലാത്തത് മുഴുവൻ നമ്മൾ ഡിലീറ്റ് ചെയ്യണം. കാരണം അതുകൊണ്ട് നമുക്കൊരു പ്രയോജനവും ഇല്ല. ദൈവത്തിന്റെ സ്വന്തം. എന്നിട്ട് അടുത്ത വർഷത്തിലേക്ക് നമ്മൾ സ്റ്റെപ്പ് വെക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഒറ്റ പ്രാർത്ഥന, അപ്പാ പിതാവേ, അങ്ങയുടെ ഇഷ്ടം ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട്, അങ്ങയുടെ ഇഷ്ടം ചെയ്യുന്നതിൽ ഞാൻ സന്തോഷിക്കുന്നു. ആമേൻ. അങ്ങനെ ഒരു ഹൃദയത്തിന്റെ അവസ്ഥയിലേക്ക്, ഒരു മാനസികാവസ്ഥയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം എത്രത്തോളം അനുഗ്രഹിക്കപ്പെട്ടതായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റുന്നതിലും അപ്പുറമായിരിക്കും. ദൈവത്തിന്റെ സ്വരം. മറ്റൊരു ട്രാൻസ്ലേഷനില് നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന്റെ സ്വരം. ആഗ്രഹിക്കുന്നു, സന്തോഷിക്കുന്നു, നിന്റെ ഇഷ്ടം ചെയ്യാൻ ഞാൻ ഇഷ്ടപ്പെടുന്നു. കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുകയല്ല, അപ്പൊ നമുക്ക് ഇഷ്ടപ്പെടണം. ഇഷ്ടപ്പെടുന്ന കാര്യമുണ്ട്, കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുന്ന കാര്യമുണ്ട്, അല്ലെ? ദൈവത്തിന് സ്വന്തം. ദൈവസ്ഥലത്തിൽ ഇരിക്കുന്ന ഇഷ്ടമുണ്ടോ? ഉണ്ടോ? ആമേൻ. ഉണ്ടോ ഇല്ലാന്ന് ഇച്ചിരി ഞാനൊരു കുറച്ചുകൂടെ സമയം പ്രസംഗിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, അല്ലെ? ദൈവത്തിന് സ്വന്തം. നിങ്ങൾ അവിടെയും ക്ലോക്ക് വെച്ചെങ്കിൽ ഇവിടെയും ക്ലോക്ക് വെച്ചേക്കാം. ഞാൻ ഇവിടുത്തെ ക്ലോക്ക് വെക്കണ്ടെന്ന് വിചാരിച്ച പലരും ചോദിച്ച് എനിക്ക് ക്ലോക്ക് വേണം പറഞ്ഞ്. ദൈവത്തിന് സ്വന്തം. അപ്പൊ കഷ്ടപ്പെട്ട് ഇഷ്ടപ്പെടുവല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ നമുക്കങ്ങ് ഇഷ്ടം വരണം. അത് നമ്മുടെ ആന്തരികമായി നമ്മുടെ നടക്കേണ്ട ഒന്നാണ്. ദൈവത്തിന്റെ സ്വന്തം. നമ്മുടെ ഉള്ളിൽ നടക്കേണ്ട ഒരു കാര്യമാണത്. ദൈവത്തിന്റെ സ്വന്തം. ആ ഒരു ആഗ്രഹവും താല്പര്യവും എന്ന് പറയുന്നത്. മറ്റൊരു ട്രാൻസ്ലേഷനില് നിന്നെ പ്രസാദിപ്പിക്കുന്നത് ചെയ്യുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. എത്ര ശ്രേഷ്ഠമായ ചിന്തയല്ലേ? ദൈവമേ, അങ്ങയെ പ്രസാദിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ സ്വാഗതം. ആമേൻ. ഈ വചനങ്ങൾ ഒന്ന് ഹൃദയത്തിൽ ഒന്ന് ഏറ്റെടുത്ത് നോക്ക്. നമ്മുടെ ജീവിതം, നമ്മുടെ ക്രിസ്തീയ ജീവിതം ഏറ്റവും ആനന്ദകരമായിരിക്കും, ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും. നമ്മൾ മാറിയവരായിട്ട് മാറും. ക്രിസ്തു ജീവിച്ചതുപോലെ ഒരു ദൈവത്തിന്റെ മകളായി ഈ ഭൂമിയിൽ ജീവിക്കാൻ അവൻ സർവശക്തനായ ദൈവം നമ്മുടെ കൂടെ ഇരിക്കും. നമ്മുടെ ഹൃദയത്തിൽ അവൻ ആ ആഗ്രഹത്തോടെ, വാഞ്ചയോടെ നമ്മൾ ആഗ്രഹിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, അവൻ പിതാവിന്റെ ഇഷ്ടം ചെയ്യാൻ നമുക്ക് ആഗ്രഹം ഉണ്ടാകണം, സന്തോഷം തോന്നണം, അത് ഇഷ്ടപ്പെടണം. ദൈവത്തിന് സ്വന്തം. പിതാവിന്റെ പ്രസാദകരമായത് മാത്രം ചെയ്യാൻ ഒരാഗ്രഹം വേണം. ദൈവത്തിന് സ്വന്തം. എന്ത് ചെയ്താലും പിതാവേ, ഇത് അങ്ങേക്ക് ഇഷ്ടമാണോ? ഹല്ലേലൂയ. വളരെ ലളിതമായ ഉപദേശമാണ്, വളരെ ലളിതമായ ചിന്തയാണ്. ദൈവത്തിന്റെ സ്വന്തം. പിതാവേ, അങ്ങേക്ക് ഇത് ഹിതമാണ്. ദൈവത്തിന്റെ സ്വാഗതം. ഏത് തിരഞ്ഞെടുപ്പിന് മുമ്പും നമ്മൾ ദൈവത്തോട് ചോദിക്കേണ്ട ചോദ്യമാണ്, അപ്പൊ ഇത് അങ്ങേക്ക് ഹിതമാണോ, പ്രസാദമാണോ? ദൈവപ്രസാദം എന്റെ മേൽ വരുമോ? ദൈവത്തിന്റെ സ്വാഗതം. ദൈവഹിതത്തിൽ ആനന്ദിക്കുകയും സന്തോഷിക്കുകയും ഉല്ലസിക്കുകയും ചെയ്യുവാനായിട്ട് നമുക്ക് കഴിയും. ദൈവഹിതത്തിൽ സന്തോഷിക്കണം, ആനന്ദിക്കണം, ഉല്ലസിക്കണം. ദൈവത്തിന്റെ സ്വാഗതം. അങ്ങനെ ഈ ഒരാഴ്ച ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കുക. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിക്കുന്നത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അനുഭവിച്ചറിയാൻ പറ്റും. ദൈവത്തിന്റെ സ്വാഗതം. നമ്മൾ സന്തോഷിക്കേണ്ടത് എന്നല്ല, പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നത്.